കരുണയുടെ അവസാന മണിക്കൂർ 94. പരിശുദ്ധ കുർബാനയുടെ ശക്തി. വിശ്വസ്തരായ മക്കളെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയില്ല. പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുക. അഹങ്കാരവും സ്വാർത്ഥ താല്പര്യങ്ങളും കൊണ്ട് വലയുന്നവർക്ക് വേണ്ടി വരപ്രസാദാവസ്ഥയിൽ അർപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ കുർബാനകൾ സമർപ്പിക്കുക. മാനസാന്തരത്തിലേക്കുള്ള പാതയിൽ തന്നെ തുടരാനായി എൻ്റെ പുത്രനോട് ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രമാണങ്ങളും കൂദാശകളും അനുവർത്തിക്കപ്പെടുന്നതിനു വേണ്ടി പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ സ്വീകരിക്കുന്നതാണ്. എൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ആവശ്യമാണ്. ദൈവിക നിയമത്തെ സ്നേഹിച്ചും പരിശുദ്ധ കുർബാനയിൽ എൻ്റെ പുത്രനെ യോഗ്യമാം വിധം സ്വീകരിച്ചും ആത്മീയമായി കരുത്ത് സംഭരിക്കുക. പിശാചിൻ്റെ ആക്രമണങ്ങളെ മറികടക്കാനുള്ള കരുത്തും അവനെതിരെ പടപൊരുതാനുള്ള നിശ്ചയദാർഢ്യവും നേടിയെടുക്കുക. ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രനോട് ചെയ്യുന്ന നിന്ന അപമാനങ്ങൾ മൂലം ഞാൻ വേദന സഹിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന സത്താഭേദം എന്ന അത്ഭുതത്തിൽ വിശ്വസിക്കാത്തവർ സ്നേഹത്തിൻ്റെ കൂദാശയുടെ വില കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് സ്വന്തമായുള്ള ഏറ്റവും മഹത്തായ രഹസ്യവും പിശാചിനെതിരെയുള്ള പ്രതിരോധവുമായ ദിവ്യകാരുണ്യം ദേവാലയങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതുവരെയും അത് തുടരുകയും ചെയ്യും. മക്കളെ, തക്കതായ ഒരുക്കമില്ലാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കരുത്. നിങ്ങളുടെ തന്നെ ശിക്ഷാവിധി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാതിരിക്കുക. നിങ്ങൾ ദിവ്യകാരുണ്യത്തെ കാണുന്നു, എന്നാൽ കാണുന്നത് കൊണ്ട് മാത്രം സംതൃപ്തരാകാതെ നിങ്ങളുടെ അന്തരാത്മാവിലേക്ക് നോക്കുക. എന്തെന്നാൽ പരിശുദ്ധ കുർബാനയുടെ ആത്മീയ ഫലങ്ങൾ അനന്തമാണ്, നീണ്ടു നിൽക്കുന്നതുമാണ്. അതിനെ വില കുറിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ നഷ്ടമാകും. മക്കളെ, കുർബാന സ്വീകരിക്കാൻ വരുന്നതിന് മുൻപായി ക്ഷമിക്കേണ്ടവരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. എൻ്റെ പുത്രനെ തങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും സൂക്ഷിക്കുന്നവർ പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ ആരാധിക്കുകയും സ്വീകരിക്കുകയും സ്വയം ബലപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുകയും തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും യേശുവിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. അവയൊക്കെയും പിശാചിൻ്റെ നേരെ അയക്കപ്പെടുന്ന മിസൈലുകളാണ്. അൾത്താര ബലിയുടെയും സ്നേഹത്തിൻ്റെയും മേശയാണ്. അവിടെ എൻ്റെ പുത്രൻ തൻ്റെ ജനത്തിൻ്റെ വിശ്വാസത്തെ കടാക്ഷിച്ച് തൻ്റെ സ്വന്തമായവരുടെ അടുത്തേക്ക് സ്നേഹപൂർവ്വം ഇറങ്ങി വരുന്നു. വിശ്വാസികൾ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടുമ്പോൾ അത് വളരെയധികം വേദനാജനകമായിരിക്കും. കൂദാശകൾ നിരോധിക്കപ്പെടുകയും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യും. തീർച്ചയായും അത് വളരെയധികം വേദനാജനകമായിരിക്കും. എൻ്റെ പുത്രൻ്റെ ജനം അതിഭീകരമായി വഞ്ചിക്കപ്പെടും. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും എൻ്റെ പുത്രൻ്റെ ശരീരവും രക്തവും കൊണ്ട് നിങ്ങളെ തന്നെ പോഷിപ്പിക്കാനും നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അത് വെറുമൊരു കടമ തീർക്കുന്നത് പോലെ ആകരുത്, പിന്നെയോ ആത്മാവിലും സത്യത്തിലും അത് അർപ്പിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നത് തുടരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ അർത്ഥമില്ല. സത്യമായും മാനവരാശിക്ക് മുഴുവനും ദൈവിക സഹായവും എൻ്റെ മാതൃസഹായവും ആവശ്യമാണ്. നിങ്ങൾ അനുദിനം സ്നേഹത്തിൻ്റെയും മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും നിങ്ങളെ തന്നെ പരിപോഷിപ്പിക്കുകയും വേണം. കൃപാവരാവസ്ഥയിൽ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ പ്രകാശമുള്ളവർ കൂടുതൽ പ്രകാശിതരാകും. വിശ്വാസമുള്ളവരുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകും. സ്നേഹമുള്ളവരുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. എൻ്റെ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നിങ്ങളിലുള്ള എല്ലാ വരങ്ങളും പുണ്യങ്ങളും അനന്തമായി വർദ്ധിക്കുന്നു. നിങ്ങൾ അവനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പുത്രൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയില്ലായിരുന്നു. കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രനെ സ്വീകരിക്കുക. അവൻ ബലവും പോഷണവും സ്ഥിരതയും ജ്ഞാനവും ആകുന്നു. സാത്താൻ്റെ ശക്തിക്കെതിരെ പൊരുതാൻ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാമാണ് അവൻ. ദിവ്യകാരുണ്യ പൂജ്യത്തിൽ നിന്ന് അകറ്റപ്പെടാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ മാനവരാശിയെ സമീപിക്കാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും നേരിടാനുള്ള ശക്തി നിങ്ങൾ കണ്ടെത്തുന്നത് ദിവ്യകാരുണ്യത്തിലായിരിക്കും. പരിശുദ്ധ ജപമാല ഉപേക്ഷിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പരിശുദ്ധ കുർബാന നാവിൽ തന്നെ സ്വീകരിക്കണം എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. അത് കൈകൾ അയോഗ്യമായതുകൊണ്ടല്ല, മറിച്ച് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവിനെ സ്വീകരിക്കേണ്ടത് അങ്ങനെയായതുകൊണ്ടാണ്. അയൽക്കാരനെതിരെ ഉപയോഗിച്ച നാവ് എൻ്റെ പുത്രനെ സ്വീകരിക്കാൻ യോഗ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഈ പാപത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായി അനുതപിച്ച് കുമ്പസാരിക്കണം.
എൻ്റെ പ്രിയ മക്കളെ, അനുരഞ്ജന കൂദാശയിലേക്ക് തിരിയുക. വിശ്വാസം ദുർബലമാകാതിരിക്കാനായി ദിവ്യകാരുണ്യ പോഷണത്തിലേക്ക് തിരിയുക. ഞാൻ നിങ്ങളോട് പറയുന്നവയെല്ലാം അടിയന്തര സ്വഭാവമുള്ളതാകയാൽ അവയെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈ നാളുകളിൽ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ വളരെയധികം ദൈവനിന്ദകൾ നടത്തപ്പെടുന്നുണ്ട്. ഇത് എല്ലാവരോടും പ്രഖ്യാപിക്കുക, അറിയിക്കുക. ഇത് എല്ലാവരിലും എത്തട്ടെ. എൻ്റെ മക്കളെ, എൻ്റെ പ്രവചനങ്ങൾ നിറവേറുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ നിർണായക ഘട്ടത്തിൽ സംഭവിക്കുന്ന മാനസാന്തരങ്ങൾ. എന്നോടും എൻ്റെ പുത്രനോടുമുള്ള വിശ്വാസത്തിൻ്റെ അഭാവത്താൽ എൻ്റെ അനേകം മക്കൾ പോഷന്മാരായി തീർന്നിരിക്കുന്നു. മൂഢരായ മക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവചനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഈ സമയത്തെയും ഈ കാലത്തിൻ്റെ അടയാളങ്ങളെയും കൈചൂണ്ടികളെയും നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഞങ്ങൾ പറയുന്നതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. തെറ്റായ പ്രവൃത്തികൾ മൂലം എൻ്റെ സഭ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കും. അതായിരിക്കും പ്രവചനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിറവേറപ്പെടുന്ന സമയം. നിങ്ങൾക്കൊന്ന് ശ്വാസമെടുക്കാൻ പോലും ഇട നൽകാത്തത്ര വേഗത്തിലായിരിക്കും അവ സംഭവിക്കുക. പ്രവചനങ്ങളുടെ പൂർത്തീകരണ കാലത്ത് ഈ തലമുറകൾ ജീവിക്കുന്നതെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും മനുഷ്യൻ ദൈവിക സ്നേഹത്തിൽ നിന്ന് അകന്നു മാറുകയാണെങ്കിൽ അത് അവനെ ആത്മീയമായി ദുർബലനാക്കും. വലിയ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ച തലമുറയാണ് നിങ്ങളുടേത്. എന്നാൽ മനുഷ്യൻ തൻ്റെ ആത്മീയ പുരോഗതി മാത്രം വൈകിപ്പിക്കുന്നു. ഖേദത്തോടെ ഞാൻ പറയട്ടെ, ഈ ആഹ്വാനങ്ങളും മുന്നറിയിപ്പുകളും സ്വീകരിക്കപ്പെട്ടില്ല. ലോകം മുഴുവനിലുമായി ഞാൻ നടത്തിയ അപേക്ഷകളും സ്വീകരിക്കപ്പെട്ടില്ല. നിങ്ങൾ തിരഞ്ഞെടുത്തത് അനുസരണക്കേടും എന്നോടുള്ള തിരസ്കാരവുമാണ്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ അനുസരണക്കേടിന് ശിക്ഷ അനുഭവിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ അകൃത്യങ്ങൾ അംഗീകരിക്കാതെ അങ്ങേയറ്റം അനുസരണക്കേട് കാണിക്കുന്നു. ഒരു പ്രാർത്ഥനയും എൻ്റെ പുത്രൻ നിരസിക്കുന്നില്ല. എന്നിട്ടും മനുഷ്യൻ പഴയതുപോലെ തന്നെ തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള നാളുകൾ അടുത്തെത്തി എന്ന് മനസ്സിലാക്കുന്നവൻ ഭാഗ്യവാൻ.